ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടാബാണ്. കിഡ്സ് ടാബ് എന്നാണ് ഇതിന്റെ പേര്. ഒരു കിഡ്സ് സ്റ്റഡി ടാബ് എന്നാണ് ഇതിനെ കമ്പനി പറയുന്നത്. gtabന്റെ Q69 എന്നുള്ള ടാബാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ടാബ് അൺബോക്സ് ചെയ്ത് ഇതിനുള്ളിൽ നിന്ന് പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കാം. ഇതാണ് gtabന്റെ ബോക്സ് വരുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഇതിന്റെ ഫ്രണ്ട് ഭാഗം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ടാബിന്റെ പിക്ചർ കാണാൻ സാധിക്കും. പിൻഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷനും അതിന്റെ ടാബിൽ വരുന്ന കളർ വേരിയന്റുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ടാബാണ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു കവറിങ്ങുകളിലായിട്ടാണ് ഈ ഒരു ടാബ് കൊടുത്തിട്ടുള്ളത്. ബോക്സിനുള്ളിൽ മറ്റെന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ, പിന്നെ ഒരു 3 പിൻ ചാർജറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടാബ് ടച്ച് ചെയ്യുന്നതിനായിട്ടാണ്. താഴെയായിട്ടൊരു ടേബിൾ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂസർ മാനുവല്, ഒരു നോട്ട് എഴുതി വെക്കാനൊക്കെ വരുന്ന വ്യത്യസ്ത നിറത്തിലുള്ള പേപ്പറുകൾ, പിന്നെ ഇതിനൊരു പേപ്പർ സ്ക്രീൻ പ്രൊട്ടക്ടറും കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച ടാബ് ഇതാണ്. നല്ലൊരു അടിപൊളി കളർ വേരിയന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഗ്രീനും അതുപോലെ പിങ്ക്, യെല്ലോ എന്നിങ്ങനെ 3 കളർ വേരിയന്റിലായിട്ടാണ് ഈ ഒരു ടാബ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ ടാബിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് നമുക്ക് നോക്കാം. ഇത് പൂർണ്ണമായും പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കുള്ള ടാബ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ 4 സൈഡിലുമായിട്ട് ചെറിയൊരു റബ്ബർ പ്രൊട്ടക്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 1024x600 പിക്സൽ ആയിട്ടുള്ള ഒരു LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സൈഡ് ഭാഗത്തായിട്ട് ഒരു ഓൺ ഓഫ് ബട്ടണ്, അതിന് താഴെ 3.5mm ഓഡിയോ ജാക്ക്, പിന്നെ ഒരു മൈക്രോ USB ഇൻപുട്ട് സ്ലോട്ട്, പിന്നെ ഒരു ചാർജിങ് സ്ലോട്ട്, അതിന് താഴെയായിട്ട് വോളിയം അപ്പ് ഡൗൺ ബട്ടണും, അതിന് പിൻവശത്തായിട്ട് മൈക്രോ SD കാർഡ് ഇടുന്ന സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. റിയർ ഫേസ് ക്യാമറ കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്തെ വലതുവശത്ത് മുകളിലായിട്ടാണ്. ഫ്രണ്ട് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കളർ വേരിയന്റിലായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ഓറഞ്ച് ഡിസൈൻ ഈ ഒരു ഡിസ്പ്ലേയുടെ തൊട്ട് ചാരി കൊടുക്കുന്നുണ്ട്. വലത് മുകൾ വശത്തായിട്ട് ഫ്രണ്ട് ഫേസിങ് ക്യാമറയും, താഴ്ഭാഗത്തായിട്ട് ഡുവൽ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. അത് വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിന്റെ ഒരു മെയിൻ ഡിസൈൻ വരുന്നത്. ഈ ഒരു ടാബ് വർക്ക് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഗോ എഡിഷനായ 8.1.0 വേർഷനിലാണ്. ഇതിലെ മെമ്മറി കാർഡ് വേരിയന്റ് വരുന്നത് 8GB ഇന്റേണലും അതുപോലെ 1GB റാമുമാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിൽ ഒരു 2800 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു കിഡ്സ് സ്റ്റഡി ടാബ് ആയതുകൊണ്ട് തന്നെ സ്റ്റഡിന് ആവശ്യമായിട്ടുള്ള കുറച്ച് അപ്ലിക്കേഷൻ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഡ്രോയിങ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം കൊടുത്ത ഈ ഒരു പാൻ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ലൈനുകളൊക്കെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. പിന്നെ വീഡിയോസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോട് കൂടെ കൊടുത്ത ഈ ഒരു സ്റ്റാൻഡിൽ ടാബ് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ടാബിലൊക്കെ വെച്ച് വീഡിയോസ് കാണാൻ സാധിക്കും. അത്യാവശ്യം കാഴ്ചയില് ഭംഗിയും അതേപോലെ കുട്ടികൾക്ക് സ്റ്റഡിങ്ങിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ചെറിയ ടാബാണ് ഇത് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു ടാബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അവൈലബിൾ ആയ സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ്, പ്രൈസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.